ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേൾഡ് ഗ്ലൂക്കോമ വീക്ക് ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രിസൈസ് ഐ കെയർ ഹോസ്പിറ്റലിൽ ഇന്നൊരു മെഗാ സൈക്ലോത്തോൺ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സൈക്കിളെല്ലാം വണ്ടിയിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രൈറ്റിൻ്റെ ഫ്രണ്ടിലാണ്, ആറ്റിങ്ങിൽ. ഇവിടെ നിന്ന് സാധാരണ നമ്മൾ ചവിട്ടി പോവുകയാണല്ലോ. ഇപ്പോൾ മടി കൂടി വിജിത്തുണ്ട്. അപ്പോൾ വിജിത്തിന് 10 മണിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഇത് ഇവൻറ്റിലും പങ്കെടുക്കണം. അപ്പോൾ നമ്മൾ ചവിട്ടിപ്പോയാലും വരുമ്പോൾ നല്ല താമസിക്കും. അതുകൊണ്ട് വിജിത്ത് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് വരാൻ, നമുക്ക് സൈക്കിളല്ല വണ്ടി കയറ്റി പോവാം. അപ്പം മടിയുടെ അങ്ങേയറ്റമായി നിൽക്കുന്നത് കൊണ്ട് ഒന്ന് ആലോചിച്ചു. ഈ വീക്ക് ചവിട്ടിയതേ ഇല്ല. അപ്പോൾ ഇന്നൊരു 100 അടിക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പോൾ എന്തായാലും സൈക്കിളത്തൊന്നുണ്ട്, അന്ന് ചവിട്ടാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോഴാണ് വിജിത്ത് പറയുന്നത് നമുക്ക് വണ്ടി പോവാം. ഒന്ന് ആലോചിച്ചു. ഇപ്പം എത്ര ഇപ്പം 4:30 ഇപ്പം ഇറങ്ങിയാലും മതി. ഇപ്പം ചവിട്ടി തുടങ്ങിയാലും നമ്മൾ 5:30 5:45 ആകുമ്പോൾ എത്തും അവിടെ. അങ്ങനെ മടിയുടെ അങ്ങേറ്റായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ, ഞാനും നരേശുണ്ട്, എന്നാ പിന്നെ വണ്ടി പോവില്ലേ, നമുക്ക് പോയി ചവിട്ടാതെ. അപ്പം ആ ഗതിയായി. ഓക്കെ, അപ്പോൾ റൈഡ് വിശേഷങ്ങളുമായി കാണാം. മെഗാ ഇവൻ്റാണ്. 170+ മെമ്പേഴ്സ് വരും. പുതിയ റൈഡേഴ്സിനെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ കാണാം. അങ്ങനെ ധനേഷ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വിജിത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വിജിത്തിനെ കാണാനില്ല. ഒന്നും മറക്കല്ലേ. നമ്മുടെ മയിൽ വാഹനം എത്തിയിട്ടുണ്ട്. ഇത് പെറ്റിയാണോ അല്ലയോ എന്ന് അറിഞ്ഞൂടാ ഇതുവരെ. നോക്കാം. പെറ്റിയില്ലല്ലേ? പോലീസുകാരനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിന്റെ ഡ്രൈവിംഗ് അല്ലേ, അതാണ് നമുക്ക് ഭയങ്കര ധൈര്യം. സെറ്റല്ലേ? ടയർ സൈഡിൽ കൂടെ വയ്ക്കാമല്ലോ. എൻ്റെ ടയർ മാറി എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ കയറണ്ടായിരുന്നു. ഓ, 3 സൈക്കിൾ 2 സ്റ്റാൻഡിൽ വെച്ച് 1 ടയറുകൾ വെക്കുന്നത് സെറ്റ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. തട്ടിപ്പ് റൈഡാണ്. നമുക്കൊരു കമ്പനിക്കാരനെ കിട്ടി, കടിക്കുമെന്ന്. എവിടാ? അവിടെ ഒരാളിരിക്കുന്നു. KSൈക്ലോപീഡിയ സുമേഷാ? അല്ലല്ലേ, അത്രയ്ക്ക് അവസ്ഥയല്ലേ. മൺമറഞ്ഞു പോയൊരു ജേഴ്സിയാണ് KSൈക്ലോപീഡിയ. ഭയങ്കര പുച്ഛം. ഞാനല്ലാതെ വേറെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ടീഷർട്ട് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നടന്നു. ആകാശിന്റെ ജേഴ്സി.
സൈക്ലോട്രിയൻസും ഡെക്കാത്ലോൺ രസകരവും അതുപോലെ ഇതുമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ സമ്മാനിച്ച രാജസേനൻ സാറ് നമ്മുടെ കൂടെയുണ്ട്. പുള്ളി ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രശസ്ത ചലച്ചിത്ര താരമായിട്ടുള്ള പ്രിയങ്ക നമ്മുടെ ഈ ഇതിനെ ഫംഗ്ഷന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ ഫംഗ്ഷന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രദീപ് കണ്ണമുള്ള ചേട്ടനുണ്ട്. പുള്ളി എല്ലാവരും എനിക്കെല്ലാവരും അറിയുന്ന ആളാണ്. പുള്ളിയെ ഫംഗ്ഷന് സ്വാഗതം ചെയ്യുന്നു. പതുക്കെ കൂടി വരുമ്പോൾ പേഷ്യന്റിന് വേദനയോ ചോക്കോ ഒന്നും അറിയില്ല. പാർശ്വങ്ങളിൽ നിന്ന് കാഴ്ച പോകുന്നതിനാൽ തുടക്കത്തിൽ കാഴ്ച പോകുന്നത് അറിയില്ല. അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു കണ്ട കാഴ്ച ഏകദേശം പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കുന്ന ആ എക്സാമിനേഷനിലൂടെയാണ് ഇത് ഉണ്ടോ എന്നുള്ള സസ്പീഷൻ നമ്മൾക്ക് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരോടും ഇയർലി വൺസ് കോട്ടയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ചെക്കപ്പ് ആയിരിക്കുന്ന ഒരവയവമാണ് നമ്മുടെ നേത്രം. അങ്കേക്ഷ സർവേഷ ചിരപ്രധാനം സർവേന്ദ്രാണ് നയനപ്രധാനം. അതായത് നാഡീവ്യൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവയവമാണ് കണ്ണല്. അത് നമ്മുടെ ഋഷികൾ പറയുന്നത് ശുക്രൻ എന്ന പ്ലാനറ്റിലാണ് കണ്ണിലെ പ്രധാന കാരകൻ. നമ്മളെല്ലാവരും അവെയറാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു വിഷയം. നമ്മൾ സ്കൂൾ തൊട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പേര് നമ്മൾ വളരെയധികം ഫെമിലിയറാണ് സ്കൂൾ കാലഘട്ടം തൊട്ട്. പക്ഷെ അത് എന്താണെന്ന് അറിയാനായിട്ട് കുറേ കാലം എടുക്കും. ഇത് എന്നതാണ് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു 2 വർഷം മുന്നെയാണ് ഈ പേര് ഇടിവെട്ടുകൂടെ ഞാൻ കേൾക്കുന്നത്. കാര്യം ഒരു ഐ ടെസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗ്ലോക്കോമ സസ്പെക്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവർ കാണുന്നേക്കാളും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കണ്ണാടി പോലും വെച്ചുകൊണ്ട് നടന്ന ഒരാളല്ല. അപ്പോൾ അത്രയും പ്രത്യേകിച്ചും നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളതും എൻ്റെ കണ്ണുകളാണ്. അപ്പോൾ ഒരു തീം തന്നെ ഗ്ലോക്കോമ അവയർനെസ്സിൻ്റെ ഒരു തീം തന്നെ യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ പേരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതറിയാത്ത ആൾക്കാരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിവിടെ സൈക്ലിംഗ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് പറയാനാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ഈ പറയുന്ന എല്ലാ സെൻസുകളും അത്രയും പ്രധാനമാണെന്നുള്ള കുട്ടിയിലൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഡിക്ലെയർ ദാറ്റ് I will have a night checkup once a year. I will check once a year to maintain good vision. And encourage my friends to do so. Jai Hind. Jai Hind.
Kulikin taka!